ഖുർആൻ. എന്റെ ഈ നിൽക്കുന്ന ബാപ്പ ഖുർആനിൽ നിന്നൊരു തുണ്ട് പോലും എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. 3 കാര്യങ്ങളും എന്റെ ബാപ്പ എന്നോട് ചെയ്തിട്ടില്ല. ബാപ്പാക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ത അഫ്സത്തഹു, നിങ്ങളാണ് ഈ കുട്ടിയെ കേടാക്കിയത്, ഈ കുട്ടിയെ മോശക്കാരനാക്കിയത് നിങ്ങളാണ്. നിങ്ങൾ തന്നെ നന്നാക്കിക്കോളൂ. ഒരു വിഷയത്തിലും നിങ്ങൾ തികഞ്ഞിട്ടില്ല. 3ാമത് പറഞ്ഞ വിഷയം കണ്ടോ, ഖുർആന് പഠിപ്പിക്കണമെന്നല്ലേ, ഖുർആനും പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഖുർആന് വേണ്ടതുപോലെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ ഭാവി അത് ഭാസുരമാകില്ല. ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ അവരെ നിസ്കാരമോ കാര്യങ്ങളോ ഒന്നും ശരിയാകില്ല. ഒരു വിഷയത്തിലും അവർ മികച്ചവരാകൂല. നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന മകന് പോലും ഫാത്തിഹ നേർക്ക് ഓതാൻ അറിയില്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം പോലും ലഭിക്കില്ല. അതിലും ഉണ്ടല്ലോ ഫാത്തിഹ, അതും ഓത്ത് ശരിയാകണ്ടേ. ശരിയായില്ലെങ്കിൽ എങ്ങനെ കിട്ടാനാണ്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നന്നായി സമർത്ഥമായി ഓത്ത് പഠിപ്പിക്കണം. മദ്രസ പഠനം കാര്യക്ഷമമാക്കി തന്നെ എടുക്കണം. സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പകർത്താനുണ്ട്, പകരാനുണ്ട്. ഓരോന്നും ആ വിധം തന്നെ സൂക്ഷിച്ച് നന്നായി പഠിപ്പിക്കണം. ആ തലങ്ങൾ ഒരിക്കലും കുറക്കരുത്. വേണ്ട അത്രയും രൂപത്തിൽ പഠിപ്പിക്കണം. പഠനത്തിന് കുറഞ്ഞ വിഷയങ്ങളൊന്നുമല്ല പഠിക്കാനുള്ളത്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. കുടുംബജീവിതത്തിൽ കടമ നിർവഹിക്കാൻ നേർക്ക് നേരെ പഠനങ്ങൾ പഠിച്ച ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് നേർക്ക് നേരെ ഭർത്താവിനെ നന്നാക്കേണ്ട കുറേ വശങ്ങളുണ്ട്. ദുസ്വഭാവിയായ ഒരു ഭർത്താവാണ് ഒരു പെണ്ണിന് കിട്ടുന്നതെന്ന് കൂട്ടിക്കോളൂ. തോണ്ടി നോക്കാൻ കഴിയില്ലല്ലോ സ്വഭാവം എന്നുള്ളത്. ചിലപ്പോൾ സ്വകാര്യതയിലായിരിക്കും സ്വഭാവം മോശമുള്ളത്. സ്വകാര്യതയിൽ സ്വഭാവം മോശമുള്ള ഭർത്താവിനാണ് കിട്ടിയതെങ്കിലും നന്നാക്കാൻ അവസരമുണ്ട്. അതിനാ മുആശറത്തിന്റെ കാര്യങ്ങൾ. ഒരു പെണ്ണിന് ഭർത്താവിനോട് സൗഹൃദം പാലിച്ചുകൊണ്ട് സ്വഭാവ രീതി നന്നാക്കാനുള്ള കാര്യങ്ങൾ 15 കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും എണ്ണി പറയല്ല, അത് വിഷയം വെച്ച് നമുക്ക് വേറെ സംസാരിക്കാം. ഞാൻ ഉദാഹരണം പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അത് പഠിപ്പിക്കണമെങ്കിൽ അത് പഠിപ്പിക്കപ്പെടുന്ന ആ തലങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം. എന്നാലേ അത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ആണിന് മാത്രമൊന്നല്ല ഒരു പെണ്ണിനെ ഒഴിവാക്കേണ്ട മാർഗമുള്ളത്, പെണ്ണിനും ഇല്ലേ മാർഗങ്ങൾ. പക്ഷെ അതിന് നിബന്ധനകളും കാര്യങ്ങളുമില്ലേ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, വിവരക്കേടിന്റെ പേരിൽ ആളുകൾ എന്തെല്ലാം ചെയ്തു പോകുന്നു. ഒരാണ് ഒരു പെണ്ണിനോട് തമാശക്ക് പറഞ്ഞതാണ്. ദേഷ്യം കൊണ്ട് പിടിച്ചപ്പോ ഇയാള് പറഞ്ഞു, എന്ത് അന്നെ ഞാന് 1 അല്ല 2 അല്ല 3 അല്ല 30 എണ്ണം ഉണ്ടെങ്കിൽ 30 എണ്ണവും അന്നെ ഞാന് തൊലാക്ക് ലീവാക്കിയെന്ന് പറഞ്ഞു. അയാള് ദേഷ്യത്തിന്റെ അങ്ങേയറ്റത്ത് ഊക്കിലെത്തിയിട്ട് പറഞ്ഞാൽ 30 എണ്ണം അങ്ങനെ പറഞ്ഞു ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇവ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ആരോ ഒന്ന് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ നിങ്ങൾ ഒരുമിച്ച് നീ താമസിക്കാൻ പാടില്ല, നിങ്ങളെ ജീവിതമൊക്കെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്, ഇനി അത് യോജിക്കണമെങ്കിൽ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് രണ്ടാമതും ആ രൂപത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അങ്ങനെ കേട്ടപ്പോ ഈ സഹോദരന് വല്ലാത്തൊരാശങ്കയായിട്ട് അയാൾ പോയി ചോദിച്ചു, ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനൊരു വിഷയമുണ്ടോ? അങ്ങനെ ഒരു വിഷയമില്ലാതെ അല്ലാഹു തആല ഖുർആനിനോട് വ്യക്തമായി പഠിപ്പിച്ചതല്ലേ അത്, എതിർക്കാൻ ആർക്കും കഴിയൂല. ഫൈൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. 3 ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. മറ്റൊരു ഭർത്താവിന് ഇനി ആ പെണ്ണ് അതേ ഇണയാകണം. ഈ ഭർത്താവിനല്ല വേറൊരു ഭർത്താവിന്. ഇണയായാൽ മാത്രം പോരാ, ശാരീരിക ബന്ധം പുലർത്തണം. ശാരീരിക ബന്ധം പുലർത്തിയാൽ പോരാ, അവൻ ത്വലാഖ് ചൊല്ലണം. നിർബന്ധിപ്പിച്ച് ചൊല്ലിപ്പിക്കരുത്, ത്വലാഖ് അവൻ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിന്റെ ഇദ്ദയും കഴിയണം. എന്നിട്ടൊരു പുതിയ നിക്കാഹ്, പുതിയ മഹറോടുകൂടി ഒരു പുതിയ നിക്കാഹ് നടത്തി തിരിച്ചെടുക്കണം. ഒരു ശിക്ഷയാണ് അല്ലാഹു തആല കൊടുത്തത്. ചെറിയൊരു ശിക്ഷയൊന്നുമല്ല, വലിയൊരു കാര്യപ്പെട്ട ശിക്ഷ തന്നെയാണ് കൊടുത്തത്.
നിനക്ക് മാത്രം കിട്ടുന്ന ഒരു ജീവിതത്തെ തകരാറാക്കിയപ്പോ ഇനി മേലാൽ നിന്റെ വക്കൽ നിന്ന് ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് അല്ലാഹുത്താല കൊടുക്കുന്നൊരു ശിക്ഷയാണിത്. ഇത് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അല്ലാഹുത്താല പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. ഇത് നടക്കാൻ ഇനി വേറെ ചാൻസ് ഒന്നുമില്ല എന്ന് കണ്ടപ്പോ, ജീവിതം ഒഴിവാക്കേണ്ടി വരുമെന്ന് കണ്ടപ്പോ, പിന്നെ ഏതെങ്കിലും ചെരിഞ്ഞ മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കണ്ടോ നിങ്ങൾ, ആദ്യം തന്നെ വിവരം ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കൂല. വേറെ ഏതെങ്കിലും ചെരിഞ്ഞ മാർഗങ്ങൾ, വിദേഹത്തുകാരുടെ പക്ഷം ചേർന്നിട്ട് നടക്കാൻ തുടങ്ങി. അപ്പൊ വിദേഹത്തുകാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അങ്ങനെ പോകുന്നില്ല, 3:30 ജില്ല ഒന്നേ പോകുള്ളൂ. അങ്ങനെ ഉണ്ട്, 3:30 കൂട്ടിയാൽ ഒന്നേ ആകുള്ളൂ. പിന്നെ കൊടുക്കുന്നിടത്തും അങ്ങനെ മതി എന്നെഴുതി കൊടുക്കാലോ. സംഖ്യ കൊടുക്കുന്നിടത്തൊക്കെ, കടം വാങ്ങാനുള്ളിടത്തൊക്കെ 3:30 ഒന്നല്ല എത്ര മതി എന്നുള്ളവർക്ക്. 1-3 അങ്ങനെ ഒരുപോലെ ആകുന്നത്? 1-3 ഒരുപോലെയാണോ? ഒന്നേ ആകുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ കൊടുക്കൊണ്ടേ കൂടി. ആ ജീവിതത്തെ പറ്റി, പിന്നീടുള്ള ജീവിതത്തെ പറ്റി എന്താ പറയാ സഹോദരങ്ങളെ? സങ്കടകരമാണ്. ഇതുപോലത്തെ വർത്തമാനങ്ങൾ, ഭാഷ്യങ്ങൾ, രൂപങ്ങൾ, ഭാവങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ, പഠിക്കാനുള്ള സ്വഭാവങ്ങളാണ് ആ പറഞ്ഞത്. മുആശറത്തു സൗജൈനിന്റെ ആദാബുകൾ, അത് കൃത്യമായി പഠിക്കണമെങ്കിൽ അത് പഠിപ്പിക്കണം. അതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതൊക്കെ പഠിപ്പിക്കുന്ന ഉയർന്ന തലങ്ങളാണ് ഈ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ കുറക്കുന്നത്. 1 മണിക്കൂറാണെങ്കിലും 1 മണിക്കൂർ, 1.25 മണിക്കൂറാണെങ്കിലും 1.25 മണിക്കൂർ സമയം കൃത്യമായിട്ടെടുത്ത് നമ്മൾ പഠിപ്പിക്കണം. പഴയ കാലത്തൊക്കെ നോക്ക് നിങ്ങൾ, 2-2.5 മണിക്കൂർ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചത് കൊണ്ട് എന്തൊരു സുഖാന്നറിയോ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഏതൊരു വിഷയങ്ങളും ഓതാൻ ഒരു പ്രശ്നമില്ലാതെ ഓതാൻ കഴിയുന്നത് ഹിഫ്ള് കോളേജിൽ പോയി ഖുർആൻ പഠിച്ചത് കൊണ്ടല്ല, മദ്രസയിൽ നിന്ന് തന്നെ അതിന്റെ കഴിവ് ഉസ്താദുമാര് നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. മരിച്ചുപോയ ഉസ്താദുമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും വിശാലമായി കൊടുക്കട്ടെ. എത്ര അധ്വാനിച്ചാണ് അവരാ പഠിപ്പിച്ചത്. അവരാ പഠിപ്പിച്ചതിന്റെ പേരിലുള്ള സുഖമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അവർക്ക് എത്ര നേട്ടമാണ്, ബാപ്പക്കും ഉമ്മക്കും എത്ര ഗുണമാണ്. നമ്മുടെ മക്കളിലൂടെ നമുക്കത് ആസ്വദിക്കാൻ കഴിയണം. നമ്മളെ എതിർപക്ഷത്തിൽ നിന്ന് നമ്മൾ തിരുത്തിയതിന്റെ പേരിൽ നമ്മൾ പ്രതികളാകരുത്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തെ അവഗണിക്കരുത്.